നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വെറുതെ മഞ്ഞും മഴയൊക്കെ കൊണ്ട് കിടക്കുന്ന ചെറിയൊരു ഇഷ്ടിക കഷ്ണം പോലും നിങ്ങൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയരുത്. അതെടുത്തൊന്ന് പൊടിച്ച് അല്പം നാരങ്ങാനീരും കൂടെ കലർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. മുടി വളരാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ല നാടൻ ഒരു വിദ്യ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഇനി ചെറിയൊരു പഞ്ഞി കഷ്ണം പോലും വെറുതെ വലിച്ചെറിഞ്ഞ് കളയരുത്. നല്ല ഇടിവിട്ട് സൂത്രമുണ്ട്. അപ്പോൾ ഈ സൂത്രങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. എല്ലാവർക്കും വിനയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇനി ഒത്തിരി പറഞ്ഞ സമയമൊന്നും കളയുന്നില്ല, നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെക്സിൻ്റെ ഒരു കവറാകട്ടെ എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും സോപ്പിൻ്റെ നല്ല സ്മെല്ലുള്ള സോപ്പിൻ്റെ കവർ എടുക്കാം നിങ്ങൾക്ക്. ഈ കവർ സാധാരണ നിങ്ങൾ ഡസ്റ്റ്ബിന്നിലോട്ട് കളയാറാണല്ലേ പതിവ്. കളയല്ലേ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല സുഗന്ധമാണ് ഇതിന് അല്ലേ. അപ്പം നമ്മൾ ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ അകത്തോട്ട് ഈ ഒരു കവർ ഇട്ട് വെക്കുകയാണ്. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞായിരിക്കും നെക്സ്റ്റ് അലക്കിന് വേണ്ടിയിട്ട് ഈ വാഷിംഗ് മെഷീൻ ഓപ്പൺ ചെയ്യുന്നത് അല്ലേ. ആ ഒരു സമയത്ത് ഒരു ദുർഗന്ധമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ദുർഗന്ധം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു നല്ല സ്മെല്ലുള്ള ഒരു കവർ ഇതുപോലെ ഒന്ന് സോപ്പിൻ്റെ കവർ ഇട്ട് വെക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളെപ്പോൾ ഇത് ഓപ്പൺ ചെയ്താലും ആ ഒരു സോപ്പിൻ്റെ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇതിപ്പം വാഷിംഗ് മെഷീൻ എന്നല്ല, നമുക്ക് അലമാരയിൽ വെക്കാം, കുട്ടികളുടെ ബുക്കൊക്കെ വെക്കുന്ന ഷെൽഫിൽ വെക്കാം, കുഞ്ഞുങ്ങളുടെ ബാഗിൽ വേണമെങ്കിൽ ഇടാം. ഇനി സ്കൂളിലൊക്കെ പോകുമ്പോൾ ദുർഗന്ധമൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എന്ന നിലയിൽ നല്ല മണമുള്ള സോപ്പിൻ്റെ കവർ കുഞ്ഞുങ്ങളുടെ ബാഗിനകത്തൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ ഹാൻഡ് ബാഗിലൊക്കെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. വസ്ത്രങ്ങളുടെ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലുള്ള കവറുകൾ വെക്കാം. അപ്പോൾ ഇനി ആരും കുളിക്കുന്ന സോപ്പിൻ്റെ കവർ കളയരുത് കേട്ടോ, നല്ല സ്മെല്ലാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാസറോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാസറോളൊക്കെ ഉപയോഗിക്കാതെ കുറച്ച് ദിവസമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനും വല്ലാത്തൊരു ദുർഗന്ധമായിരിക്കും അല്ലേ. നേരത്തെ നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്ന ഒരു ഫുഡിൻ്റെ സ്മെല്ല് എന്തായാലും ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞു പഞ്ഞി കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. എങ്ങനെയാണെന്നറിയാമോ, ഇങ്ങനെ ചെറിയൊരു കഷ്ണം പഞ്ഞി എടുക്കുക, എന്നിട്ട് അതിലോട്ട് അല്പം വിനാഗിരി ഇതുപോലൊന്ന് ആക്കിയതിന് ശേഷം നമ്മൾ ഈ കാസറോളിലോട്ട് ഇട്ട് അടച്ചങ്ങോട്ട് വെച്ചേക്കുക. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ദുർഗന്ധമൊന്നും ഉണ്ടാവത്തില്ല. ഇതിപ്പോൾ കാസറോളെന്ന് തന്നെയല്ല, ഇതുപോലെ നമ്മുടെ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലാസ്കൊക്കെ പിന്നെ എടുക്കുമ്പോഴുള്ള ഒരു ദുർഗന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്പം പഞ്ഞിയിൽ കുറച്ച് വിനാഗിരി ഒന്ന് ആക്കിയതിന് ശേഷം ഇട്ടിട്ടൊന്ന് അടച്ചങ്ങോട്ട് വെച്ചാൽ മാത്രം മതി. പിന്നെ എടുക്കുമ്പം ആ ഒരു ദുർഗന്ധം ഉണ്ടാവത്തേ ഇല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഉള്ളി, സവാള ഇതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇച്ചിരി പഞ്ഞി ഉണ്ടെങ്കിൽ എടുത്ത് അടുത്തൊന്ന് വെച്ചേക്കണം കേട്ടോ. ഒന്ന് നനച്ചിട്ടും കൂടി വെക്കണം. എന്തിനാണെന്നറിയാമോ, ഉള്ളി മുറിക്കുമ്പോൾ കണ്ണ് നിറയുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു അസ്വസ്ഥതയാണ് അല്ലേ. അപ്പോൾ ഇനി അത് ഇങ്ങനെ പഞ്ഞി നനച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളി സവാളയൊക്കെ എത്ര വേണമെങ്കിലും കട്ട് ചെയ്താലും നമ്മുടെ കണ്ണൊന്നും നിറത്തില്ല. അതിന് കാരണം എന്നാണെന്നറിയാമോ, ഈ പഞ്ഞി നമ്മളിങ്ങനെ നനച്ച് വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഈ സവാള മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാതകം ഉണ്ടല്ലോ, അത് ഈ പഞ്ഞി ആഗിരണം ചെയ്യും. സവാള മുറിക്കുന്ന സമയത്ത് പഞ്ഞിയോ ടിഷ്യൂ പേപ്പറോ അല്ല ഒരു നനഞ്ഞ തുണിയാണെങ്കിൽ പോലും കൂടി നിങ്ങളൊന്ന് അടുത്ത് വെച്ചതിന് ശേഷം സവാള ഉള്ളിയൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ണ് നീർത്തേ ഇല്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെറിയൊരു ബൗളിലോട്ട് ഇച്ചിരി പഞ്ഞി എടുക്കുക, കുറച്ച് മതി, ഇത് ഇത്രയും മതി. എന്നിട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുക. ഈ പഞ്ഞി ഒന്ന് നനയാൻ വേണ്ടിയിട്ട് മാത്രം, ഒരുപാടൊന്നും വേണ്ട. ഈ പഞ്ഞി നമ്മളെടുത്തിട്ട് ഈ ബൗളോട് കൂടി ഇങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. എന്തിനാണെന്നറിയാമോ, ഫ്രിഡ്ജിൽ ദുർഗന്ധം മാറാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയ ശേഷമൊക്കെ വെക്കണേ. ഒത്തിരി വൃത്തികേടായി കിടക്കുന്ന ഫ്രിഡ്ജിൽ കൊണ്ട് ഇത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് ക്ലീൻ ആക്കുക, അതിനുശേഷം നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ അല്പം പഞ്ഞിയിൽ വിനാഗിരി ആക്കി കൊണ്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ മറ്റ് എല്ലാ ഫുഡും കൂടുമ്പോൾ ഉണ്ടാകും ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, ഒരു ബാഡ് സ്മെല്ലൊക്കെ, അതൊക്കെ മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില ബാക്ടീരിയകളുടെ വളർച്ചയൊക്കെ നിയന്ത്രിക്കാനും ഒക്കെ ഈ വിനാഗിരിക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നും കൂടെ ചെയ്ത് നോക്കണേ. മീൻ, ഉള്ളി, വെളുത്തുള്ളി ഇതിനെയൊക്കെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഗന്ധമൊക്കെ ഉണ്ടാവില്ലേ എപ്പോഴും ഫ്രിഡ്ജിൽ, അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും മാറുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പഞ്ഞിപുരാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. ഇതുപോലെ കുറച്ച് പഞ്ഞി എടുക്കുക, എന്നിട്ട് അതിലോട്ട് വെള്ള വിനാഗിരി അല്പം ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ വാഷ് ബേസിൻ്റെയൊക്കെ ആ ഭാഗത്തുള്ള മിറർ അതൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ല എന്തുമാത്രം കറയും പൊടിയും അല്ലേ, വെള്ളക്കറയൊക്കെ നമ്മൾ ബ്രഷൊക്കെ ചെയ്യുമ്പം തെറിക്കുന്ന ആ ഒരു പേസ്റ്റിൻ്റെ അംശമൊക്കെ ഇഷ്ടം പോലെ കാണും പല വീടുകളിലും, വാഷ് ബേസിൻ്റെ അവിടുത്തെ കണ്ണാടിക്ക് മുന്നിലൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുപോലെ നന്നായിട്ടൊന്ന് ഈ പഞ്ഞി വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഉണങ്ങിയ നല്ല മൃദുവായിട്ടുള്ള തുണി, അതല്ലെങ്കിൽ മൈക്രോ ഫൈബർ തുണി ഉണ്ടല്ലോ, അതുപയോഗിച്ച് നന്നായിട്ട് തുടയ്ക്കുക. ഇനി അതും അല്ലെങ്കിൽ ചുമ്മാ ഇതുപോലെ ന്യൂസ് പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തുടച്ച് വിടുക. നോക്കിയേ, നല്ലതുപോലെ ക്ലീൻ ആയില്ലേ നോക്കിയേ. അപ്പോൾ ഇങ്ങനെ ഒരു പാടുപോലും ഇല്ലാത്ത ക്ലീനാക്കി നമുക്ക് മിററൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ.
ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു ഇഷ്ടിക കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. മഴയും മഞ്ഞും വെയിലും ഒക്കെ ഏറ്റവും ഒരു പാഴ്വസ്തു എന്ന നിലയിൽ ചെറിയ ചെറിയ ഇഷ്ടിക കഷ്ണങ്ങളൊക്കെ കാണാമായിരിക്കും അല്ലേ. അപ്പോൾ അതൊന്നും കളയണ്ട, പോയി പെറുക്കി എടുത്തുകൊണ്ട് വന്നു. നമുക്ക് കിടിലൻ ഒരു സൂത്രം ചെയ്യാം. ഇഷ്ടിക വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യമാണ്. നമുക്ക് ഈ ഇഷ്ടിക ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനിങ്ങനെ പൊട്ടിച്ചൊരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ മുളക് പൊടിയാണെന്ന് വിചാരിക്കും, പക്ഷേ മുളക് പൊടിയല്ല കേട്ടോ. ഞാൻ ആ ഇഷ്ടിക ഒന്ന് പൊടിച്ചെടുത്തതാണ്. എന്നിട്ട് അതിലോട്ട് വേണ്ട ഞാൻ അല്പം നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരമുറി നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടിക വെച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. എന്നാൽ നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം ഞാനിപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം? ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ ആ ഒരു ബർണർ എടുക്കുക കേട്ടോ. ഇതുണ്ടോ ബർണറിൻ്റെ കളർ നോക്കിയേ, ഒരുപാട് അഴുക്കും കറയും ഒക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഏറെ നാളായി ഞാൻ ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ ഇത് നല്ല ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ കളർ കണ്ടല്ലോ, അപ്പടി അഴുക്കാണ്, ഒരുപാട് വൃത്തികേടുണ്ട്. അപ്പം ഞാനിത് നന്നായിട്ട് ഇതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഷ്ടിക പൊടിയും നാരങ്ങാ നീരും കൂടെ നന്നായിട്ട് മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. നിങ്ങൾ ആ അത്ഭുതം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ പലതരത്തിൽ ഈ ബർണർ ക്ലീൻ ചെയ്യാറുണ്ടല്ലേ, പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. നിങ്ങൾക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും വരത്തില്ല. പിന്നെ ഞാനെല്ലാം ഒന്ന് അപ്ലൈ ചെയ്തൊന്നൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം വേണ്ടേ ആ ഒരു മാറ്റം നിങ്ങളെ കാണിക്കാൻ പോവാണ്. കൈ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു മാറ്റം. നോക്കിക്കേ എത്രമാത്രം അത് ക്ലീൻ ആയിട്ടുണ്ടെന്ന് അല്ലേ. ഇനി ഇതിപ്പോൾ തേക്കോ ഒരയ്ക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ കൈ വെച്ചിട്ടൊന്ന് കഴുകി എടുത്താൽ പോലും കൂടെ നല്ല കിടിലനായിട്ട് സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് നിങ്ങളെ ലൈവായിട്ടാണ് കഴുകി കാണിക്കുന്നത്. നോക്കിക്കേ, ആദ്യം നമ്മൾ എടുത്ത ആ ഒരു ബർണറും ഇപ്പം നമ്മൾ കഴുകിയെടുത്ത ബർണറും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയേ. അപ്പോൾ ഇനി നിങ്ങൾ ബർണർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പുറത്തോട്ട് പോയിട്ട് ഇഷ്ടിക കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ പെറുക്കിക്കൊണ്ട് വരിക. ഇത്രയും കാര്യം ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോയാണ്. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മളത് തുടച്ച് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടോ മാറ്റം കണ്ടോ. അപ്പോൾ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകളും പിന്നെ തലേദിവസം കുതിർത്ത ഉലുവയുമാണ്. തലേദിവസം കുതിർത്തി വെച്ച ഉലുവ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മുടിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ. ചിലർക്ക് പനങ്കുല പോലത്തെ മുടി ഉണ്ടാകും, ചിലർക്ക് അതൊന്നും ഉണ്ടാവണമെന്നില്ല. പലതും പാരമ്പര്യമായിരിക്കാം അല്ലേ. അപ്പോൾ നീളമുള്ള മുടിയോ ഉള്ളുള്ള മുടിയോ ചുരുണ്ടതോ ഇതൊന്നും അല്ല നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഉള്ള മുടിയെ എങ്ങനെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പം ഉള്ളു കുറഞ്ഞ മുടിയുള്ളവർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാകും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു നല്ല വീഡിയോയാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇത് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടല്ലോ അത്. അപ്പം നമ്മുടെ വിഷയം ഇവിടെ പനങ്കുല പോലത്തെ മുടിയല്ല, ഉള്ള മുടി എങ്ങനെ നല്ല തിളക്കത്തോടും ഭംഗിയോടും കൂടി കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഇത്രയും സംഭവങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ തേങ്ങ ചിരകിയതും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പം അരയാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം. എന്നിങ്ങോട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ ഒരു പരുവത്തിലാണിത് അരച്ച് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ അരിച്ചും കൂടി എടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അരിച്ച് എടുത്തതിന് ശേഷം ഇത് മുടി ഇഴകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പ്രത്യേകിച്ച് തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾ നോർമൽ വാട്ടറിലൊന്ന് കഴുകി കളഞ്ഞാൽ മതി. ഷാമ്പൂവിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. ഉണങ്ങി കഴിയുമ്പോൾ ഇത് കണ്ട നല്ല അടിപൊളിയായിട്ട് നല്ല തിളക്കത്തോടു കൂടി തന്നെ മുടി ഇരിക്കുന്നതായിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്ത ചെമ്പരത്തി പൂവും അതുപോലെ തേങ്ങയും ഉലുവയും ഒക്കെ നമ്മുടെ മുടിക്ക് വേണ്ട പോഷകങ്ങൾ എല്ലാം നൽകി തരുന്നുണ്ട്. ഈ ഉലുവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടും. യാതൊരുവിധ കെമിക്കലുകളും നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒട്ടും ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ പോലും കൂടി ഇതുപോലെ നല്ല അടിപൊളി നല്ല തിക്നെസ്സോട് കൂടി നല്ല തിളക്കത്തോടു കൂടിയിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.